ഹലോ ഗായ്സ്, ഇന്ന് സൺഡേ ആണ്. കാലത്തെ ഞാൻ കപ്പയും പോത്തുമൊക്കെ കഴിച്ചു. ഇപ്പം കുറച്ച് പഴഞ്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഉച്ചത്തെ എൻ്റെ ആഹാരമാണ്. കുറച്ച് പഴഞ്ചോറ് എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ ചോറാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഇതാ നാരങ്ങ വെള്ളയ്ക്ക ചിരട്ടതാണ് കേട്ടോ. അതങ്ങോട്ട് കുറച്ച് അതിനകത്തോട്ടിട്ടു. എന്നിട്ട് നമ്മൾ രാവിലത്തെ പോത്ത് കറി. അപ്പോൾ കുറച്ച് കഴിച്ച് നോക്കാം എങ്ങനെ. എല്ലാവരും ചോറ് കഴിച്ചല്ലോ അല്ലേ? അങ്ങനെ അങ്ങോട്ട് നല്ലപോലെ ഇളക്കി നാരങ്ങയൊക്കെ അങ്ങോട്ടിട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തിട്ട് ഒരു പോത്തിൻ്റെ പീസിനെ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് കുറച്ച് ചോറ് ഇതിൻ്റെ പുറത്തേക്ക് ഇടുക. എന്നിട്ട് ഇങ്ങനെ വാരി എടുക്കുക. തണുപ്പ് സൂപ്പർ കേട്ടോ. ഒരു പച്ചമുളകും കൂടെ വേണം. ഞാൻ നാരങ്ങാച്ചാറുള്ളതുകൊണ്ട് പച്ചമുളക് എടുക്കാൻ ഞാൻ എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ. ടി വിയിൽ ഏതോ ഒരു സിനിമ നടക്കണേ. പുറത്ത് കുറച്ച് വെയിലൊന്ന് ചിരിക്കും, പിന്നെ കരയും, പിന്നെയും ചിരിക്കും. അങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോത്തിൻ്റെ അകത്തിടുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, വാവ്, അതങ്ങോട്ട് ചവച്ച് തിന്നാൻ എന്നാ ടേസ്റ്റ് എന്താ ചെയ്യാം. പുറത്തൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഒന്ന് കിടന്നുറങ്ങണം അല്പനേരം, ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ. എന്നിട്ട് പോകാം പുറത്തേക്ക്. കുറച്ച് ചോറിങ്ങനെ കഴിച്ചതിന് ശേഷം ഈ വെള്ളമുണ്ടല്ലോ, നാരങ്ങയും ഉപ്പും എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് സൂപ്പറായിട്ടിരിക്കുന്ന ഈ വെള്ളം ഇതാ കുറച്ചെടുത്തങ്ങ് കുടിക്കാം. അമ്മ എന്നാ ടേസ്റ്റ് എന്നറിയാം. ഇന്നലത്തെ ചോറാകുമ്പോഴേ ശരീരത്തിന് ഇത്തിരി തണുപ്പ് കിട്ടുകയും നല്ല എനർജി അല്ലേ. അപ്പോൾ ഓക്കെ ഗായ്സ്, എല്ലാവരും ചോറൊക്കെ കഴിക്കൂ. ഞാനിന്ന് പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത്. ട്രിവാൻഡ്രംകാർ പഴങ്കഞ്ഞി എന്നല്ല, പഴവും കഞ്ഞി എന്ന് പറയും കേട്ടോ. പഴവും കഞ്ഞി അങ്ങനെ എങ്ങാണ്ടാ പറയുന്നത്. നമ്മൾ പഴങ്കഞ്ഞി എന്ന് പറയും, ചിലർ പഴഞ്ചോറെന്ന് പറയും.
സൺഡേ ആയതുകൊണ്ട് എല്ലാവരും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണല്ലോ. എല്ലാവർക്കും ശരിക്കും ജോലികൾ കാണുമല്ലേ. എനിക്ക് ശരിക്കും ഇന്ന് ജോലി ഉണ്ടായിരുന്നു. മഴ ഇത്തിരി മാറി മാറി നിന്നുകൊണ്ട് കുറച്ച് ജോലികൾ ചെയ്യാൻ പറ്റി. പിന്നെ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ചിരിച്ച് കാണിക്കും, വീണ്ടും കറക്കും, വീണ്ടും ചിരിക്കും, ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കാന്താരി നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചുണ്ടായിരുന്നേ, അതിന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിനകത്ത് ഇച്ചിരി മഴവെള്ളം വീഴുന്നതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും വെച്ചിരിക്കുകയാണ്. അത് നല്ലോണം ഉണങ്ങി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ഓക്കെ ഗൈസ്, അപ്പം വീണ്ടും സന്ധിക്കും വരെ ബൈ.